കാര്യങ്ങൾക്കും കൃത്യമായ തെളിവുകൾ എനിക്ക് ഉദ്ധരിക്കാൻ കഴിയും. വേണമെങ്കിൽ ബൈബിൾ, ഹാർപ്പേഴ്സ് ബൈബിൾ ഡിക്ഷണറി, അതല്ലെങ്കിൽ സെന്റ് ജെറോം ബിബ്ലിക്കൽ കമന്ററി, അതുമല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകാരുടെ ബൈബിൾ വിജ്ഞാനകോശമായ ബൈബിൾ നിഘണ്ടു AC ക്ലൈറ്റന്റെ, അതല്ലെങ്കിൽ കത്തോലിക്കരുടെ ബൈബിൾ വിജ്ഞാനകോശമായ ബൈബിൾ വിജ്ഞാനകോശം ഡോക്ടർ ജോൺ മുല്ലമറ്റം എഡിറ്റ് ചെയ്തത്. ഇത് ഏത് വായിച്ചാലും നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഇനി വേണ്ട, വാദത്തിന് വേണ്ടി ഈ 4 പേർ സാക്ഷികളാണെന്ന് നമ്മൾ അംഗീകരിക്കുക. 4 പേരും ദൃക്സാക്ഷികളാണ്. ഈ കുരിശുമരണം എന്നുള്ള സംഭവം 4 പേരും കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുക. ഈ 4 പേരും കണ്ട സംഭവം സ്വാഭാവികമായിട്ടും ലോകത്തെ ഏത് കോടതിയിലാണെങ്കിലും 4 സാക്ഷികൾ, ദൃക്സാക്ഷികൾ ഉണ്ടെങ്കിൽ ഒരു കാര്യം അംഗീകരിക്കും. പക്ഷേ ആ ദൃക്സാക്ഷികളുടെ ദൃക്സാക്ഷി വിവരണം കൃത്യമാകണം, വൈരുദ്ധ്യമില്ലാത്തതാകണം, തെറ്റുപറ്റാത്തതാകണം. എന്നാൽ ഈ 4 സാക്ഷികളെയും നമുക്ക് കോടതിയിലേക്ക് കൊണ്ടുവരാം. അവരുടെ ദൃക്സാക്ഷി വിവരണം നമുക്ക് പരിശോധിക്കാം. അവർ കുരിശുമരണത്തിന് യേശുവിനെ ഒറ്റുകൊടുക്കുന്ന സമയം മുതൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ക്രൂശിൽ മരിക്കുന്ന സമയം വരെയുള്ള വ്യത്യസ്ത സംഭവങ്ങളെ വിശദീകരിച്ചിട്ടുള്ളത് വിരുദ്ധമായ രീതിയിലാണ് എന്നുള്ളതാണ് സത്യം. യാതൊരു ഐക്യവുമില്ലാത്ത രൂപത്തിലാണ് പല വിശദീകരണങ്ങളും. ആദ്യമായി ചുംബനത്തിലൂടെ ഒറ്റുകൊടുത്ത രംഗത്തെക്കുറിച്ച്, ചുംബനത്തിലൂടെയാണ് ഈ യൂദാസ് യേശുവിനെ ഒറ്റുകൊടുത്തത് എന്ന് മത്തായി പറയുമ്പോൾ അത്തരം ഒരു ചുംബനത്തെക്കുറിച്ച് തന്നെ യോഹന്നാൻ അറിഞ്ഞിട്ടില്ല. മത്തായി യേശുവിനെ പിടിച്ചതിന് ശേഷം ആദ്യമായി കയ്യാഫാസിന്റെ അടുക്കലേക്കാണ് കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ അല്ല, അന്നാസിന്റെ അടുക്കലേക്കാണ്, കയ്യാഫാസിന്റെ അമ്മായിയപ്പനായ അന്നാസിന്റെ അടുക്കലേക്കാണ് കൊണ്ടുപോയത് എന്നാണ് ലൂക്കോസ് പറയുന്നത്. യേശുവാണ് കുരിശ് ചുമന്നത് എന്ന് മത്തായി പറയുമ്പോൾ അല്ല, യേശുവിനോടൊപ്പമുള്ള മറ്റൊരാളാണ് കുരിശ് ചുമന്നത് എന്ന് മർക്കോസ് പറയുന്നു. ഇനിയും കഴിഞ്ഞോ? എത്രത്തോളം എന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത്, എല്ലാം തെറ്റിക്കോട്ടെ, കുരിശു മരണം കണ്ട ആൾക്കാരാണല്ലോ, ഏറ്റവും ചുരുങ്ങിയത് ആ കുരിശു മരണത്തിൽ യേശു ക്രിസ്തു അവസാനമായി എന്തു പറഞ്ഞു എന്ന വിഷയമെങ്കിലും അവരെല്ലാരും ഒരേപോലെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അവരെ ദൃക്സാക്ഷികളായി അംഗീകരിക്കാമായിരുന്നു. എന്നാൽ മത്തായി പറയുക, യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് അദ്ദേഹം പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഏലി ഏലി ലമാ ശബക്താനി, ദൈവമേ ദൈവമേ എന്നെ കൈവിട്ടതെന്ത് എന്ന് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ വെടിഞ്ഞു എന്നാണ്. എന്നാൽ യോഹന്നാൻ പറയുന്നത് യേശു ക്രിസ്തു ആ സമയമായപ്പോൾ, മരണത്തിന്റെ സമയമായപ്പോൾ എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് സമാധാനത്തോടെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. ഇങ്ങനെ ദൃക്സാക്ഷികളായി കോടതിക്ക് മുന്നിൽ ഹാജരാകുന്ന ഈ 4 പേരും ഈ സംഭവത്തെക്കുറിച്ച് തികച്ചും വിരുദ്ധമായ, തികച്ചും വ്യത്യസ്തമായ അനുഭവ സാക്ഷ്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും സത്യസന്ധമായ ഒരു കോടതിക്ക് ഇവരുടെ വർത്തമാനം തെളിവായി എടുക്കാൻ കഴിയില്ല. ഇതല്ലാത്ത തലത്തിൽ ഞാൻ പറഞ്ഞു 4 പേരും ദൃക്സാക്ഷികളല്ല താനും. ഇനിയത്തെ പ്രശ്നം പരിശുദ്ധ ഖുർആൻ പറയുന്നു എന്നുള്ളതാണ്. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും വഇന്നൽ ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു. എന്താ? അവർക്ക് അദ്ദേഹത്തെ ക്രൂശിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവർക്ക് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവർക്ക് സാദൃശ്യപ്പെടുത്തപ്പെടുക മാത്രമാണ് ചെയ്തത്. അവർ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായവർ ഇന്നും തർക്കത്തിൽ തന്നെയാണ്. തീർച്ചയായും ആ വിഷയത്തിൽ തർക്കത്തിലും അഭിപ്രായാന്തരത്തിലും ഇന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ് ബൈബിളിന്റെ സുവിശേഷങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക. തീർച്ചയായും സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 4 സുവിശേഷങ്ങളും ക്രൂശ് മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അത് 4 സുവിശേഷങ്ങൾ അതിജീവിച്ചത് തന്നെ കുരിശു മരണത്തെ അത് അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ അംഗീകരിക്കുന്ന 4 സുവിശേഷങ്ങൾ തന്നെ വൈരുദ്ധ്യമാണ് ഈ വിഷയത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവ വസ്തുനിഷ്ഠമായ ഒരു തെളിവായി അംഗീകരിക്കാൻ കഴിയില്ല. എന്നാൽ ദൈവിക ഗ്രന്ഥം കൃത്യമായി യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. പ്രിയ അക്ബർ, അദ്ദേഹം പറയുവാനിടയായി തീർന്നു,
4 പേരും പറഞ്ഞത് വളരെ വൈരുദ്ധ്യമായി, ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ ആണെന്ന് പറയുവാനിടയായി തീർന്നു. മത്തായി യേശുവിന്റെ ശിഷ്യനല്ല എന്ന് തീർത്തു പറഞ്ഞു. അതായത് യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യനെല്ലാം തീർത്തങ്ങ് പറഞ്ഞു. ആർക്ക് തെളിയിക്കാൻ കഴിയും? യോഹന്നാൻ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യനെല്ലാം ശക്തമായിട്ട് അങ്ങ് പറയുകയാണ്. അതും ആർക്കും തെളിയിക്കാൻ കഴിയത്തില്ല. പിന്നെ അപ്പോൾ തന്നെ ഇപ്പോൾ ഇവിടുന്ന് തൊട്ടടുത്ത ഗ്രാമമാണ് പുളിഞ്ഞോം പഞ്ചായത്ത്, പുളിഞ്ഞോം ടൗൺ. അവിടെ ഒരു കൊലപാതകം നടന്നുവെന്ന് ഇപ്പോൾ ഇവിടെ ഓടി വന്ന ഒരു വ്യക്തി പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി ഓടി വന്ന് പറയുക, ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ഒരാൾ പറയുകയാണ്. അപ്പോൾ ഒരു പക്ഷേയെങ്കിൽ അത് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയത്തില്ല. ആ വ്യക്തി പറയുന്ന അത് കഴിഞ്ഞ് ഒരു വ്യക്തി കൂടി വന്നിട്ട് പറയുക, അവിടെ ഇന്നയാളെ ഇന്ന പേരിൽ ഇന്നയാളെ എന്ത് ചെയ്തു, കുത്തിക്കൊന്നു. അത് കഴിഞ്ഞ് മൂന്നാമത് ഒരു വ്യക്തി കൂടി വന്ന് പറയുകയാണ്, അവിടെ ഇന്നപോലെ പുളിങ്ങോത്തൊരു സംഭവം നടന്നു, ഇന്നയാളെ ഇന്നപോലെ കുത്തിക്കൊന്നു. നാലാമത് ഒരു വ്യക്തി ഒന്ന് പറയുക, ഇന്നപോലെ ഇന്ന സംഭവത്തിൽ പുളിങ്ങോത്തിന് സംഭവം നടന്നു. 4 പേരും പറയുന്ന ഒരുപോലെ ആയിരിക്കണം നിർബന്ധമില്ല. ഉണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അത് പറച്ചിൽ ചിലപ്പം അല്പം അങ്ങോട്ടോ കയറി ഇറങ്ങി വന്നെന്ന് വരാം. അപ്പോൾ തന്നെ യേശുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവിടെ നടന്നതായ ആ സംഭവം ഞങ്ങൾ കണ്ടില്ലല്ലോ, ഞങ്ങൾ അവിടെ അത് പോയി അടക്കിൽ പങ്കെടുത്തില്ല, അല്ലെങ്കിൽ ആ സംഭവം കണ്ടില്ല എന്നുകൊണ്ട് അവിടെ നടന്ന സംഭവം നടന്നില്ല എന്നുണ്ടോ? ഇല്ല. ആ ആളെ പോയി കുത്തിക്കൊന്ന വ്യക്തിയെ കണ്ടില്ല, ആ അടക്കിൽ കൂടിയില്ല, അല്ലെങ്കിൽ ആ മരണശുശ്രൂഷയിൽ പങ്കെടുത്തില്ല എന്നുകൊണ്ട് അവിടെ നടന്ന സംഭവം ഇല്ലാതെയായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അവിടെ നടന്ന സംഭവം നടന്നത് തന്നെയാണ്. മാത്രമല്ല AD എന്നും BC എന്നും യേശു ലോകത്തിൽ വന്നതിന് ശേഷമാണ് തിരിച്ചത്. ബിഫോർ ക്രൈസ്റ്റ്, ആഫ്റ്റർ ഡെത്ത്. അപ്പോൾ യേശു ലോക ചരിത്ര പുരുഷനാണെന്ന് വളരെ വ്യക്തമായിട്ട് ലോക ചരിത്രം നമ്മളെ അറിയിക്കുന്നു. യേശു ചരിത്ര പുരുഷനാണെന്ന് വളരെ വ്യക്തവും ചന്തവും ഉചിതമായിട്ട് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി ഒന്നും പറയാനില്ല. മനസ്സിലായവർക്ക് മനസ്സിലായി. ഇവിടെ അതെല്ലാം സ്വാഭാവികമാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സുവിശേഷ പ്രസംഗകരാണല്ലോ ഇവരെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്ലാമിനെ എതിർത്താൽ കത്തിയെടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം സ്വാഭാവികം. അപ്പോ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒന്നാമത്തെ പ്രശ്നം, ഈ 4 പേരില് മത്തായിയും യോഹന്നാനും യേശുവിന്റെ ശിഷ്യന്മാരല്ല എന്ന് ആര് പറഞ്ഞു എന്നാണ്? ഞാൻ പറഞ്ഞതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഹാർപ്പേഴ്സ് ബൈബിൾ ഡിക്ഷണറി എടുക്കുക ഞാൻ എഴുതിയതല്ല, ഒരു സംഘം ക്രിസ്ത്യൻ പണ്ഡിതന്മാരെഴുതിയതാണ്. ബൈബിൾ നിഘണ്ടു എടുക്കുക, മലയാളത്തിൽ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ. റവറന്റ് AC ക്ലൈറ്റൺ ആണ് എഴുതിയത്, ഞാനല്ല, ഏതെങ്കിലും മുസ്ലിം അല്ല. ഇതേപോലെ തന്നെ ബൈബിളുമായി ബന്ധപ്പെട്ട പഠന ഗ്രന്ഥങ്ങൾ മുഴുവനും പറയുന്ന കാര്യമാണിത്. ഇനി രണ്ടാമത്തെ പ്രശ്നം, സുഹൃത്ത് പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കുക. ഒരാള് അടുത്ത കവലയിൽ കൊന്നു എന്നൊരാൾ വന്ന് പറയുന്നു. ആ കൊന്നു എന്ന് പറയുന്ന ഇയാൾ വീണ്ടും വേറൊരാൾ വന്ന് പറയുന്നു, വീണ്ടും വേറൊരാൾ വന്ന് പറയുന്നു, വീണ്ടും വേറൊരാൾ വന്ന് പറയുന്നു. ഇത് തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പറയുന്നത് ചിലപ്പോൾ വിശദീകരണങ്ങൾ ഉണ്ടാകാം, കൂടുതൽ ഉണ്ടാകാം, എല്ലാം ഉണ്ടാകാം. പക്ഷെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കോടതി സ്വീകരിക്കൂല. അതിനാകെ സാക്ഷികൾ അവരാണെങ്കിൽ ഒരു കോടതിയും സ്വീകരിക്കൂല, യാതൊരു സംശയവും.